എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒട്ടോൺ പാർക്കിലാണ്. ഒട്ടോൺ ബാർലി പാർക്ക് ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതായത് കാട്ടിലൂടെ ഏകദേശം ഒരു 8-10 കിലോമീറ്റർ നടക്കാനുള്ള ഒരു വാക്ക്വേ ഉണ്ട്. അതുപോലെ തന്നെ ഹണ്ടിങ്ങിനുള്ള ഏരിയ. ടിക്കറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റുണ്ട്. പെർ കാറിന് $10, അഡൾട്ടിന് $5, ചൈൽഡ് $1 അപ്പം കാറിന് $10 വെച്ചിട്ട് നമുക്ക് കയറി പോകാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. സിറ്റി വിട്ടുണ്ടല്ലോ, ന്യൂസിലൻഡ് അടിപൊളിയാണ് കാണാൻ. അങ്ങനെ നമ്മൾ ക്രൈസ്റ്റ്ചർച്ചൊക്കെ വിട്ട് ഇച്ചിരി ഉള്ളിലോട്ട് ഏകദേശം 32 കിലോമീറ്റർ മാറിയുള്ളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒട്ടോൺ ബാർലി പാർക്ക് എന്നാണ് ആ പാർക്കിൻ്റെ പേര്. ഈ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരുപാട് കാഴ്ച എന്ന് പറയുമ്പം ഒരു മലയിലേക്ക് കാട് വഴി ഒരു മലയിലേക്ക് കയറി പോകാം. അവിടെ ഹണ്ടിങ്ങും പിന്നെ നല്ല രസമാണ്. കാടിനുള്ളിൽ കൂടെയുള്ള ഒരു ചെറിയ വാക്ക്വേ ഉണ്ട്. അതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് കയറി. വലിയൊരു ഗ്രൗണ്ട് പോലെ അവിടെ പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തരൊക്കെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്, വന്ന് കിടപ്പുണ്ട്. നമുക്കിവിടെ എവിടെയെങ്കിലും ഒന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതൊക്കെ മേപ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോഴേ ഭയങ്കര സൗണ്ട്, ചീവീടുകളുടെ ഈ സൗണ്ട്, ഈ ചെവി ഇങ്ങനെ തുളച്ച് കയറുന്ന സൗണ്ടാണ്. അപ്പോൾ നമുക്കിത് സംഭവം എന്തോന്ന് കാണണമല്ലോ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം ഇതാണ് സാധനം. ഈ സാധനം നമ്മുടെ നാട്ടിലുണ്ട്. ഇതിങ്ങനെ ചെവി ഇങ്ങനെ കിഴിഞ്ഞ കയറുന്നതിൻ്റെ സൗണ്ട്. മഞ്ഞ കാണിച്ചേക്കുന്നേ ബാറ്ററി ലോ ആയി. ഇത് ബാറ്ററി ഇതല്ല, ഇത് മെമ്മറി കാർഡ് ലോ ആയിരിക്കും. ഇല്ല, ഇനി ഇതിനകത്തുണ്ട് വേറെ. സ്ഥലം ഇവിടെ നേരെ വന്ന വേറെ സ്ഥലമാണ്. അവിടെ ഞങ്ങൾ കാറ് വിട്ടിട്ടുണ്ട്. No mention here. Just to follow the red bend, so I don't know. You are here. Tablelands loop, suitable walking only. I don't know. I really don't know. I was looking at that map over there and we couldn't work out where it started either. We think it's this way. Maybe this way. Yeah. അങ്ങനെ വന്നതും നിന്നതും പോയതും എല്ലാം ഒരുപോലെ. അപ്പം ഞങ്ങൾ എവിടെയൊക്കെയോ ഒരു ലക്ഷ്യമില്ലാത്തൊരു പോക്കാണ്. നമ്മളൊരു വാട്ടർഫാൾസ് കാണാനായിട്ട് ഇറങ്ങിയതാണ്.
അടിപൊളിയാന്നൊക്കെ വിചാരിച്ച് വലിയ പടങ്ങളൊക്കെ കണ്ടു വന്നതാണ്. ഒന്നുമില്ലെന്ന് തോന്നുന്നു. പിന്നെ വാട്ടർഫാൾസ് പ്രത്യേകിച്ച് ഇപ്പം സമ്മർ ആയതുകൊണ്ട് വെള്ളം കുറവാവാൻ ചാൻസ് ഉണ്ട്. വെള്ളം വലുതായിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കാം, നമുക്കവിടെ പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ പോകുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയോ, ഇടുക്കാച്ചി സ്ഥലമാണ് കാണാനൊക്കെ. കുറച്ച് വെള്ളമുണ്ട്. ഇത് നമ്മൾ സൈഡിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്. ശകലം വെള്ളമൊക്കെ ഉണ്ട്. വാട്ടർഫോൾസ് ഇച്ചിരി വെള്ളമൊക്കെ കാണും. നോക്കാം നമുക്ക്. ഇവിടെ ഇവിടെ അപ്പുറത്തായിട്ട് വാട്ടർഫാൾസ് ഉണ്ട്. നല്ല കാടിനുള്ളിലാണ് വാട്ടർഫാൾസ്. എങ്ങനെയൊക്കെയാണ് വഴി എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇവിടെ ഒരു ബോർഡുണ്ട്, നമുക്ക് നോക്കാം. അപ്പം വാട്ടർഫാൾസിലേക്കുള്ള ബോർഡ് കണ്ടു. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. പഴയ മെഷീൻസ്. എന്തോടാ, മോട്ടറാണോടാ? വെള്ളം പമ്പ് ചെയ്യാനുള്ള പഴയ മോട്ടർ. ഇത് വാട്ടർ സപ്ലൈക്ക് വേണ്ടി ഇട്ടിരുന്ന പൈപ്പൊക്കെയാണ്. എന്തോ കൃഷിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ അരുവിയിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ട്രോക്ലോവൻ ആൻഡ് കോ കമ്പനി അല്ലേ? ഇംഗ്ലണ്ടിൻ്റെ സാധനമോ? ഇതാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ നമ്മളിവിടെ വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന റിവർ, ഇങ്ങനെ വെള്ളമൊന്നുമില്ല, വളരെ തുച്ഛമായ വെള്ളമേ ഉള്ളൂ. വെള്ളം കുറവാണ്. വാട്ടർഫാൾസിൽ നിന്നാണ് വെള്ളം വരുന്നത് ഇല്ലയോ? വാട്ടർഫാൾസിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വാട്ടർഫാൾസിലേക്ക് നടക്കാം. 1.5 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് 1.5 കിലോമീറ്റർ നമുക്ക് നടക്കണം. അയ്യോ, പിക്കോ. ഈ കടലിലെ വെള്ളമാണ് വാട്ടർഫാൾസിലിരിക്കുന്നത്. അതെങ്ങനെ? വാട്ടർഫാൾസിൽ വെള്ളമല്ലേ കടലിലിരിക്കുന്നത്? അല്ല, അതാണ് പാലം. കാട് മാർഗമുള്ളൊരു അല്ല, കാട്ടിലൂടെയുള്ള മാർഗമാണ് ഈ പാലം. കാട്ടിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അല്ലയോ? കാട്ടുപാത. അവിടുന്ന് അങ്ങോട്ട് പോകാൻ വഴിയില്ല. എന്താന്ന് വെച്ചാൽ അവിടെ ആണെങ്കിൽ പോലീസ് ബോട്ട് ഇരിക്കാനോ കാണിച്ച. നമ്മൾ വളരെ ഭയാനകമായ സ്ഥലത്തൂടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞ ഞാനില്ലേ കൂടെ. പേടിക്കണ്ട, ഓടിക്കോ ഇല്ലയോ? ഈ കാട്ടിനെ കുറിച്ചെല്ലാം എനിക്കറിയാം. ഇയാൾ ഈ കാട്ടിലാണ് വസിക്കുന്നത്. ഈ കാട്ടില് പണ്ടൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഒരാൾക്കാർ ഇത്തിരി മരിച്ചിട്ടുമുണ്ട്. പേടിക്കണ്ട, പക്ഷെ പേടിയാവുന്നില്ല. അതുണ്ടായിക്കടാ അങ്ങോട്ട് കലയാ. നേരം കൊണ്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടല്ലോ. വേണ്ട, പക്കിയെ കടിക്കാൻ പറ്റും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. അവിടെ വന്ന് തിരിച്ചു പോയി. അപ്പോൾ വാട്ടർഫോൾസ് കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ എന്തായാലും വന്നതാണ്. എന്തായാലും വാട്ടർഫാൾസ് കണ്ടിട്ടേ പോകുന്നുള്ളൂ. വാട്ടർഫാൾസ് ഉണ്ടോയെന്ന് അറിയണമല്ലോ.
കാട്ടിനെ കുറിച്ച് എല്ലാം അറിയാം. ഇവിടെ പണ്ട് ഇവിടെ അപകടവും 130 ആൾക്കാർ പേടിച്ചിട്ട് ഇവിടെ മരിച്ചിട്ടും ഉണ്ട്. അയ്യോ, നേരെ അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോയാൽ അറിയത്തില്ല. അങ്ങോട്ട് പോവാ. ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുന്നുണ്ട് കേട്ടോ. ഒരു സാധനം എന്തോ ചത്ത് കിടക്കുന്നു. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ച് വന്നാണേ. ഓ, മരപ്പട്ടിയാന്ന് തോന്നുന്നു. ആരോ മറ്റേ ആ അടിവില് അടിച്ചു വെച്ചതാ. ഇവിടെ ഇങ്ങോട്ടാണ് പോണ്ടേ. ആണോ? നേരെ പോയ എന്തായാലും അപകടം നടക്കുന്നുണ്ടാണ്. അതറിയാം. അതറിയാം. ഇങ്ങനെ നടക്കാം അങ്ങോട്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ആടൊക്കെ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു ഇവിടെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്. നമ്മൾ വാട്ടർഫാൾസിലോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണിത്. നല്ല രസമുണ്ട്. മലകളുടെ സൈഡിൽ കൂടി ഇങ്ങനെ കൊച്ചു പിള്ളേരെ കൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോയാലും നല്ല വഴിയാണ്. പണ്ട് പോലെ കളിച്ചിരിക്കുന്നതാണത്. ഇതിനകത്ത് കഴിഞ്ഞ വർഷമൊക്കെ ഇല ഉണ്ടായിരുന്നു. അത് ഇപ്പൊ കൊറേ വർഷമായപ്പോ അങ്ങ് പൊഴിഞ്ഞു പോയി. ഇനി കൊറേ വർഷം കഴിയുമ്പോ അത് ഇല്ലാണ്ടാവും. എങ്ങനെ ഇല്ലാണ്ടാവും? ഇനി എന്തോ അതൊക്കെ എന്തോ ഈ ടൈം മറ്റേ ചെടി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു എങ്ങനെ നിൽക്കുന്നേ. നമുക്ക് വേണമെങ്കിൽ ഈ വഴി കൂടെ ഇങ്ങനെ കയറി പോവാ. അവിടെ ആൾക്കാർ സൂചന തന്നിട്ടുണ്ട്. റെഡ് ബണ്ണൊക്കെ കെട്ടിയിട്ട്. റെഡ് ബണ്ണ് അങ്ങോട്ട് പോകുന്നു. റെഡ് ബണ്ണാണോ? റിബൺ. ഈ വഴി ഇച്ചിരി ദൂഷിച്ച് നടക്കണ്ടേ? ദൂഷിച്ചോ? സൂക്ഷിച്ച്. ശരി. അങ്ങോട്ട് പോകരുത്. ഓക്കെ. വേറെ ഗോ നൗ. ഇതന്നെ ഒരു വാട്ടർഫാൾസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകരുത്. തല ഇടിച്ച് വീണ് മരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോകുന്നില്ല. ശരി, ബാപ്പം അങ്ങോട്ട് പോവാ. ഇങ്ങോട്ടൊന്നും പോകണ്ട. അങ്ങോട്ട് പോയാൽ വെള്ളമാ. ഇങ്ങോട്ട് പോയാല് നമ്മളെ ഈ വഴി കൂടെ പോണ്ട. ഈ വഴി കൂടെ പോവാ. ഈ വഴി കൂടെ പോയാലും ഇതിനെയാണോ ബിഗ് റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ അവിടെ? ഈ വഴി കൂടെ. ഇതാണോ ബിഗ് റോക്ക്? ഇത് ഇടിഞ്ഞു വീണാൽ നമ്മുടെ ദേഹത്തോട്ട് തന്നെ വീഴത്തുള്ളൂ. അയ്യോ. എനിക്ക് ഓടാനൊക്കെ പഠിക്കണം. ആണോ? അപകടമൊക്കെ ഉണ്ടാവും ഇല്ലയോ? ഈ റോക്ക് റൗണ്ടിലാ ഇരിക്കുന്നത്. നമ്മളെ മേളിൽ ഈ ഡ്രോൺ വെച്ചൊക്കെ നമ്മൾ നോക്കത്തില്ലേ? അപ്പൊ അവിടെ അങ്ങനെ നോക്കുമ്പോ ഇത് ഈ റോക്ക് നല്ലോണം ഉരുണ്ടായിരിക്കുന്നേ. അപ്പൊ ഈ നദി ഒഴുകുന്നതിന്റെ സൗണ്ടിന്റെ പേരെന്തോ? കളകളാ സൗണ്ട്. കുട്ടികൾ പോകരുത്. പേരൻസ് ഇല്ലാതെ പോകരുത് ഇല്ലയോ? നടക്കാനൊക്കെ അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കാം. ഇത് തണുത്തുള്ള. അപ്പൊ ഇത് ഇവിടെ തണുപ്പ് ഫീൽ ചെയ്യും. ഈ വാട്ടർഫാൾസിലോട്ട് പോകുന്നത് എങ്ങനെയാ? ഇനി വാട്ടർഫാൾസിലോട്ട് പോകാനാ. വന്നപ്പോ നോക്കിക്കോ. ചെവി പൊളിയുന്ന സൗണ്ടായി. ആ ചെവിടിൻ്റെ സൗണ്ടേ. നമ്മൾ ചെവി ഇങ്ങനെ ഡയഫ്രം പൊട്ടിപ്പോകും.
ആ രണ്ട് ചിത്രത്തിന് പോയിക്കണ്ട ചിത്രത്തിന് പോയില്ലേ ബട്ടർഫ്ലൈ നമുക്കിനി വെള്ളത്തിനടുത്തോട്ട് പോവാം. ഈ കല്ലൊക്കെ എന്താണെന്നറിയോ? മറ്റേ അവിടെ കിടക്കുന്ന ഈ കല്ലുകളൊക്കെ റോക്ക് ഫാൾസ്. കല്ല് ഇങ്ങനെ വീണ് കാല് പൊട്ടി ഫാൾസിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സ്ഥലം. ഇവിടാണ് ഇടിഞ്ഞ് അങ്ങോട്ട് വീഴുന്നത്. ഇവിടുന്ന് ഇടിഞ്ഞ് ഒരു പൊടിയായിട്ട് ഇവിടുന്ന് വീഴും. ഈ വീഴുന്ന സ്ഥലത്ത് ഈ വീഴുന്ന സമയത്ത് നമ്മൾ നിന്നാൽ നമ്മളും അങ്ങോട്ട് പോകും. എന്തുവായാലും നമ്മള് വാട്ടർഫാൾസ് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇതാണെങ്കിൽ ഇതിനൊക്കെയാണ് കാടെന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് കാടെന്ന് പറയുന്നത്. നല്ല കാടാണ്. ഇവിടെ ആരോ ഒരു തുണി ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്താണ്? ഇതാണ് മല ഇടിഞ്ഞു വീണ. ഇവിടെ പണ്ടൊക്കെ പാലം പൊളിഞ്ഞു പോയി. പാലം ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയി. വാട്ടർഫാൾസ് ഇങ്ങോട്ട്, ഇനി അങ്ങോട്ട് വഴിയില്ല. ഇതാണ് നമ്മുടെ സിമ്പിൾ വഴി. പിന്നെ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഞാനും സയന്റിസ്റ്റ് ആണ്. തിരിച്ചിറങ്ങുന്ന കാര്യം പാടാ. നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല സുന്ദരമായ കാഴ്ചകളുണ്ട്. പക്ഷെ കുറച്ച് നടക്കണം. നോ 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 പറ്റത്തില്ല. വാ അങ്ങോട്ട് വഴിയുണ്ടെന്നോ? പക്ഷെ ഇപ്പൊ അത് കാടാണ്. കാടാണ്. അത് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇതിലേ കൂടെ ആണോ? ഇത് പണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പണ്ട് ട്രാക്ക് ഉണ്ടെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ വഴി പോവാം. അയ്യോ, നമ്മൾ എത്രയോ താണ്ടി ഇങ്ങ് വന്നു. ഇപ്പം നടന്നിട്ട് വാട്ടർഫോൾസ് കാണുന്നില്ല. കാട്ടിൽ കൂടി ഇങ്ങനെ നടത്തിയ കളകള സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അവിടെ താഴെ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. വാട്ടർഫാൾസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് വാട്ടർഫാൾസ് കണ്ടെത്തി. വാട്ടർ കുറവാണ്. വാട്ടർഫാൾസിൽ വാട്ടർ കുറവാണ്. എന്തായാലും വാട്ടർഫാൾസ് കണ്ടല്ലോ, അത് മതി. വാട്ടർ ഇല്ലെങ്കിലും വാട്ടർഫാൾസ് കണ്ടു. വെള്ളം ഇച്ചിരി കുറഞ്ഞു പോയി. പക്ഷേ ബാക്കി കാണാൻ നമുക്കിപ്പോൾ ഈ വാട്ടർഫാൾസ് കണ്ട് ആനന്ദിച്ചില്ലെങ്കിലും മറ്റ് സ്ഥലങ്ങൾ കാണാൻ അടിപൊളി സ്ഥലമായിരുന്നു. സൂപ്പർ സ്ഥലം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു.
ഓ, ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നു താപ്പോട്ട് നോക്കിയിട്ടേ. ഇനി മേപ്പോട്ട് പോകാൻ വയ്യ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റും. ഇത് ഇവിടെ താഴെയാണ് വാട്ടർഫാൾസ്. ഇവിടുന്ന് ഇനി മേളിലോട്ട് ഇനിയും ഈ മലയുടെ മേളിലോട്ട് പോകാൻ പറ്റും. അങ്ങോട്ടൊന്നും പോകാനുള്ള ശേഷിയില്ല. അപ്പം നമ്മൾ തിരിച്ച് വാട്ടർഫോൾസിൽ കയറി കുറച്ച് റെസ്റ്റ് ചെയ്ത് പിന്നെയും താഴോട്ട് നമുക്ക് പോവാം. വയ്യ ചെറിയ നോക്കട്ടെ. ഇവിടെ വരെയൊക്കെ ഉള്ളൂ. ഇവിടെ കണ്ട എൻ്റെ വെള്ളച്ചാട്ടങ്ങളൊക്കെ സൗണ്ട് കേൾക്കുന്നു. അപ്പോട്ട് വരാം. ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ഇതുപോലെ തന്നെ കുറ്റിക്കാടുകളാണ്. കുറ്റിക്കാടല്ല, കാട്. അവിടെ ഏതാണ്ട് അടിച്ചിട്ടേക്കുന്നല്ലോ. അതുപോലൊരു ജീവിയെ ഇവിടെ അടിച്ചിട്ടേക്കുന്നു. ഇത് മറ്റേ ആ നടക്കാൻ പാടാ. ഓ, ഒന്ന് അടിച്ചിട്ടേക്ക്, വേറൊരെണ്ണം അടിച്ച് കിടക്കുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. പേരറിയില്ല. നമ്മുടെ നാട്ടിലെ മരപ്പട്ടിയെ പോലെയൊക്കെ ഉണ്ട്. ഇതെന്തിനാണ് ഇതിനെ ഇങ്ങനെ കൊല്ലുന്നതിനെ കുറിച്ച് അറിയത്തില്ല. ഇത് മറ്റേ നമ്മുടെ അടിവില്ല് പിടിപ്പിച്ചിട്ട് അടിച്ചിട്ടിരിക്കുകയാണ്. ഒന്നാണ്ട് ഇവിടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അവർ. അടുത്തതിനെ കണ്ട് അടിച്ചിട്ടിട്ടുണ്ട്. മൂക്കിന് വരത്തില്ലേ എന്തുവാ പഞ്ഞ രോഗി ഇവിടെ കൊള്ളാം. ഞങ്ങൾ ഇവിടെ വന്നപ്പം വേറൊരു വാട്ടർഫാൾസ് കണ്ടു. ഇതെല്ലാം ചെറിയ ചെറിയ വാട്ടർഫാൾസുകളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പം കാണാം വേറൊരു വാട്ടർഫാൾസ് ഇവിടെ കണ്ടു. ഇത് മറ്റേതിനേക്കാളും ഇച്ചിരി കൂടെ വലുതാണ്. ഇച്ചിരി ഹൈറ്റുണ്ട്. പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് ഇച്ചിരി ഇല്ല. നീ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടൊന്നും വഴി കാണുന്നില്ല. പക്ഷേ അവിടെ നിന്നൊക്കെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അങ്ങ് മലയ്ക്ക് മേളിലോട്ട് പോകുന്നുണ്ട്. ഇത് ഇവിടെ എൻ്റെ കേട്ടോ, നമ്മുടെ എൻ്റാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റത്തില്ലെന്നല്ല, വയ്യ. ഇത് ഇച്ചിരി ഹൈറ്റുള്ള നല്ല വാട്ടർഫാൾസാണ്. വെള്ളം കുറവാണ് കണ്ടോ. വെള്ളം വളരെ കുറവാണ്. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സംഭവം കാണാൻ. സൂപ്പറാ. ലൂപ്പ്. അപ്പോൾ ഇതിലേ കൂടി ഇങ്ങനെ ഹൈറ്റിൽ കയറി പോകാൻ പറ്റും. നമ്മൾ വളരെ ക്ഷീണിതനായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേപ്പോട്ടൊന്നും പോകാൻ നിൽക്കുന്നില്ല. ഇങ്ങനെ ഓരോ വാട്ടർഫാൾസ് കാണാൻ പറ്റുമായിരിക്കാം. അപ്പോൾ നമ്മൾ 2 വാട്ടർഫാൾസ് കണ്ടു. ഇനി നമുക്ക് ഇതൊക്കെ തിരിച്ചു പോകാം. അപ്പം ആ സ്ഥലത്തൂടെയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഇനിയില്ല, ഇനി നമ്മൾ നേരെ താപ്പോട്ട് പോവുകയാണ്. പക്ഷേ കാഴ്ചകളുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി കാഴ്ചയാണ്. നമ്മളിപ്പോൾ ഇവിടെ വരെ വന്നതിൽ നഷ്ടമൊന്നുമില്ല. കുറേ നടന്നു, പക്ഷേ കാഴ്ച കാണാൻ അടിപൊളി കാഴ്ചയാണ്. കാട്ടിക്കൂടുള്ളൊരു യാത്രയും സൂപ്പർ. അപ്പം നമുക്ക് താപ്പോട്ട് പോയാലോ? നമ്മൾ മലയുടെ മണ്ടയ്ക്ക് കഷ്ടപ്പെട്ട് കയറി പിന്നെ സുഖമായിട്ട് താപ്പോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ താപ്പോട്ട് പോയില്ലേ കുഞ്ഞേ? പോകാം. ഓക്കെ. മേളത്തെ വാട്ടർഫാൾസ് കഴിഞ്ഞ് ഇവിടെ താഴത്തെ വാട്ടർഫാൾസിൽ വന്ന് അപ്പോൾ ഇനി നമ്മൾ നേരെ താപ്പോട്ട് പിടിക്കുക. വളരെ ക്ഷീണിതനായ പോക്കാണ്. കാട്ടുപാതയിലൂടെയുള്ള വളരെ നൈസ് എക്സ്പീരിയൻസ്. യോ, താഴെ നോക്കിയില്ലെങ്കിൽ വീഴരുത്. അപ്പോൾ ഓക്കെ ഗായ്സ്, നമുക്ക് അങ്ങനെ താപ്പോട്ട് പോവാം.
പാടിയാലേ ഗിറ്റാറ് നല്ല ശബ്ദത്തിൽ പാടിയാ സൈലന്റ് വരെ കേൾക്കും. പക്ഷെ ഓക്ലാൻഡിലില്ലേ കാണുന്ന ഓക്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന ബീച്ചില്ലേ നമ്മുടെ ന്യൂസിലാൻഡ് നോക്ക് കുത്തനെയുള്ള ഇറക്കവും കാടും ഒക്കെയാണ്. അങ്ങ് ദൂരെ തന്നെ മലനിരകൾ കാണാൻ പറ്റും. നല്ല അടിപൊളി സീനാണ്. ഇവിടെ നമുക്ക് ഗണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് ഹണ്ടിങ്ങിനൊക്കെ വരാൻ പറ്റുന്ന സ്ഥലമാണത്. അതായത് ആ മലയോരങ്ങളിൽ ഹണ്ടിങ്ങിനൊക്കെ പോകാൻ പറ്റും. പക്ഷെ അതിനൊക്കെ നമ്മൾ അതുപോലുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അവിടെ വരെ കയറാനുള്ള കപ്പാസിറ്റി. ആടിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം ഇവിടെ. അവിടെ ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന മലയിലൊക്കെ ഹണ്ടിങ്ങിന് വരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കയറിയ മലയാണ് കണ്ട ഈ കാണുന്ന ഈ മല. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹണ്ടിങ്ങിനൊക്കെ പോകാൻ പറ്റും. ആട്, മാന് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ കിട്ടും. അപ്പം ആട്, മാനുമുണ്ട്. വേറെ ഏതൊക്കെയോ മറ്റേ ജീവികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഹണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ നല്ല ഹൈറ്റിൽ പോകണം അവിടെയായിട്ട്. നല്ല കാടാണേ. ഇവിടെയൊക്കെ നല്ല കാടാണ്. ഈ ഭാഗമൊക്കെ നല്ല കാടാണ്. കണ്ടോ ആട് കരയുന്ന സൗണ്ട് കേട്ടോടാ. കളകള സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും പുഴയുടെ. അപ്പം നമ്മുടെ കൂടെ വന്ന 2 പേര് മിസ്സായി. അവർ നമ്മൾ മേളത്തെ ആ വാട്ടർഫാൾസിലോട്ട് പോയപ്പം അവർ താപ്പോട്ട് പോയി, അമ്മയും മോളും കൂടെ. അപ്പം ഇങ്ങോട്ട് കയറി വന്ന ഒരാൾ നമ്മളോട് പറഞ്ഞു അവിടോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ദാണ്ട് ഈ നദിയുടെ തീരത്തൂടാണ് ഇങ്ങനെ വാക്ക് വേ ഉള്ളത്. ഇതൊന്ന് കുറേ നടക്കണം. ഭയങ്കര കാടാണ് കേട്ടോ. കാട് വഴിയുള്ള യാത്രയാണ്. ന്യൂസിലാൻഡ് മുഴുവനും ഇങ്ങനെ കാണാൻ അടിപൊളി സ്ഥലങ്ങളാണ്. നമുക്ക് കാണാൻ കഴിയുന്ന മലയോര പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ കൃഷിയാണ്. ബ്രോക്കോളിയും ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഉണ്ടല്ലയോ, അടിപൊളി ഏരിയയാണ് ഇവിടെ. ഇത് വയനാടൻ ചുരമൊന്നുമല്ല, ഇത് ക്രൈസ്റ്റ് ചർച്ചിലുള്ള ഒരു ചുരമാണ്. വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. അതുകൊണ്ടോ
കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം കാണാം ഇനി അടുത്ത വീഡിയോയിൽ.